ബൈബിളിൽ സ്വപ്ന വ്യാഖ്യാനത്തിൽ നിബിഡന്മാരായ രണ്ടുപേരുണ്ട്. അവർ യോസേഫും ദാനിയേലുമാണ്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം യോസേഫിനെ കുറിച്ച് അറിയിക്കുന്നു. ഇസ്രായേലിൽ നിന്നും തൻ്റെ സഹോദരന്മാരാൽ മിസ്രയീമിലേക്ക് വിൽക്കപ്പെട്ടവനായി മിസ്രയീമിലെ ജയിൽവാസം അനുഭവിച്ചനായി ഫറവോൻ്റെ മുമ്പിൽ സ്വപ്ന വ്യാഖ്യാനത്താൽ അവൻ ദൈവത്താൽ ഉയർത്തപ്പെട്ടവനായി ഫറവോൻ്റെ സന്നിധിയിൽ രാജ്യങ്ങൾക്കെല്ലാം അവൻ അധിപതിയാക്കി അവനെ ദൈവം ഉയർത്തിയ യോസേഫിനെ കുറിച്ചാണ് അറിയിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദവിവരങ്ങൾ അടുത്ത ബ്ലോഗിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അടുത്ത് ദാനിയേലിനെ കുറിച്ചാണ് അറിയിക്കുന്നത്. ദാനിയേൽ പുസ്തകം 2-ാം അധ്യായം ദാനിയേലിനെക്കുറിച്ച് ദാനിയേൽ സ്വപ്ന വ്യാഖ്യാനം നടത്തിയതിനെക്കുറിച്ച് അതിൽ അറിയിച്ചിരിക്കുന്നു. നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയ ഇസ്രായേലിയർ പ്രവാസകാലത്ത്, അതായത് നെബൂഖദ്നേസർ രാജാവിൻ്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ ആണ് ഈ സംഭവം. അപ്പോൾ പ്രവാസകാലത്ത് ദാനിയേലും കൂട്ടുകാരും രാജാവിൻ്റെ സന്നിധിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ജ്ഞാനത്താലോ മറ്റോ ആണ് ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടത്. സാധാരണയായിട്ട് ഈ 2-ാം ആണ്ടിൽ, വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ രാജാവ് തൻ്റെ ഭവനത്തിൽ വെച്ച് പള്ളിമെത്തയിൽ ഉറങ്ങുമ്പോൾ സ്വപ്നം കണ്ടു. ഉണർന്നപ്പോൾ സ്വപ്നം എന്താണെന്ന് ഓർമ്മയില്ല. എന്നാൽ അതിൻ്റെ വ്യാഖ്യാനം അറിയുവാൻ വേണ്ടി തൻ്റെ അധികാരത്തിൽപ്പെട്ട വിദ്വാൻമാരെയും ജ്യോത്സ്യന്മാരെയും ജ്ഞാനികളെയും മന്ത്രവാദികളെയും കൽദയരെയും തൻ്റെ സന്നിധിയിലേക്ക് വരുത്തി അവരോട് ഇപ്രകാരം പറഞ്ഞു: എനിക്ക് സ്വപ്നം ഉണ്ടായിരുന്നു, അത് വ്യാഖ്യാനിക്കുക എന്ന്. എന്നാൽ സ്വപ്നം എന്താണെന്ന് അറിയാതെ അവർക്ക് വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ രാജാവ് ഒന്ന് കൽപ്പിച്ചു, തീർപ്പ് കൽപ്പിച്ചു പോയി: നിങ്ങൾ സ്വപ്നം വ്യാഖ്യാനിക്കാഞ്ഞാൽ നിങ്ങളെ വെട്ടി ശകലമാക്കുകയും നിങ്ങളുടെ ഭവനങ്ങളെ കുപ്പക്കുന്നുകളാക്കി ചെയ്യും എന്നറിയിച്ചു. ഇത് അവരെ വളരെ പ്രതിസന്ധിയിലാക്കി, അവരെ വിഷമത്തിലാക്കി. കാരണം സ്വപ്നം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അവർക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുകയുള്ളൂ. വീണ്ടും രാജാവ് അവരോട് അങ്ങനെ കൽപ്പിച്ചു. എന്നാൽ അവർ രാജാവിനോട് പറഞ്ഞു, ഇത് ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ ഇതിന് അർത്ഥം അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല എന്ന് അറിയിച്ചതോടെ രാജാവ് വളരെ ക്ഷുബ്ധനായി രാജ്യത്തെങ്ങുമുള്ള വിദ്വാൻമാരെ തൻ്റെ അകമ്പടി നായകനോട് അവരെയെല്ലാം കൊല്ലുവാനായിട്ട് ഉത്തരവിട്ടു. ഈ വിഷയം ദാനിയേൽ അറിയാനിടയായി. ദാനിയേൽ അറിഞ്ഞപ്പോൾ വളരെ വിഷമിച്ചുവെങ്കിലും സ്വർഗത്തിൽ നിഗൂഢതകളെയും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം തനിക്കുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. അവൻ രാജാവിൻ്റെ ക്യാപ്റ്റനായ അരൂക്കിനോട് ഇപ്രകാരം തൻ്റെ ബുദ്ധിയോടും ജ്ഞാനത്തോടും കൂടി ഉത്തരം പറഞ്ഞു. അതിനാൽ അവൻ രാജാവിനടുത്ത് ചെന്ന് താൻ സ്വപ്നം അറിയിക്കാം, അതിന് കുറച്ച് സമയം ആവശ്യമാണെന്ന് അറിയിച്ചപ്പോൾ അത് അനുവദിച്ചു രാജാവ്. ദാനിയേൽ തൻ്റെ കൂട്ടുകാരുമായിട്ട് തൻ്റെ ദൈവത്തെ സ്തുതിച്ചു. തനിക്കിപ്പോൾ നേരിട്ട ഈ സന്ദർഭത്തെക്കുറിച്ച് അവർ
യഹോവ അറിയിച്ചു. ഇത്തരുണത്തിൽ ദാനിയേലിന് ഒരു ദർശനത്തിൽ ദൈവം രഹസ്യങ്ങൾ വെളിപ്പെടുത്തി. അവൻ സ്തുതിച്ച് അത് ഇപ്രകാരമായിരുന്നു. അതായത് ദാനിയേൽ പുസ്തകം 2-ാം അധ്യായം 21 മുതൽ 23 വാക്യങ്ങൾ. അതായത് ദൈവമായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ വാഴിക്കുന്നു, രാജാക്കന്മാരെ നീക്കുന്നു. ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകമുള്ളവർക്ക് ബുദ്ധിയും നൽകുന്നു. അവൻ നിഗൂഢതകളെയും രഹസ്യങ്ങളെയും വെളിപ്പെടുത്തുന്നു. അവൻ ഇരുളിനെ അറിയുന്നു, വെളിച്ചം അവനോട് വസിക്കുന്നു. ഇതെല്ലാമാണ് അവൻ സ്തുതിച്ച വചനങ്ങൾ. എന്നുവെച്ചാൽ ദൈവത്തിനുള്ള പ്രത്യേകതകളാണ് അവൻ സ്തുതിച്ച വചനങ്ങളുടെ ഇത്രയും. അവൻ ദൈവം അവനെ വെളിപ്പെടുത്തിയനുസരിച്ച് രാജാവിൻ്റെ സന്നിധിയിലെത്തി രാജാവിനെ ഇപ്രകാരം ബോധിപ്പിച്ചു. രാജാവ് കണ്ട സ്വപ്നം വലിയ ബിംബമാണ്. അത് വലുതും വിശേഷ സുഖഭീമുള്ളതുമായൊരു ബിംബം. അത് രാജാവിൻ്റെ അടുക്കൽ നിന്നു. ബിംബത്തിൻ്റെ തല സ്വർണ്ണം കൊണ്ടുള്ളത്, ബിംബത്തിൻ്റെ നെഞ്ചും കൈകളും വെള്ളി കൊണ്ടുള്ളതും, ബിംബത്തിൻ്റെ വയറും തുടയും താമ്രം കൊണ്ടുള്ളതും, കാലുകൾ ഇരുമ്പ് കൊണ്ടും, പാദങ്ങളും വിരലുകളും പകുതി ഇരുമ്പും പകുതി കളിമണ്ണ് കൊണ്ടുള്ളതും ആകുന്നു. ഇത് പർവ്വതത്തിൽ നിന്നും ഒരു കൈ തൊടാത്തൊരു കല്ല് പാഞ്ഞു വന്ന് കാലിനെ അടിച്ച് തകർക്കുകയുണ്ടായി. അതോടൊപ്പം ആ ബിംബം തകർന്ന് തരിപ്പണമായി. അതായത് വേനൽക്കാലത്തെ വ്യതിക്കളത്തിലെ പതിർ പോലെ തരിപ്പണമായി. അത് എങ്ങും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. അതായത് ബിംബം മുഴുവനും ആ സ്വർണവും വെള്ളിയും താമ്രവും ഇരുമ്പും ഇടകലർന്നായി കണ്ട ആ ബിംബം മുഴുവൻ തകർന്ന് തരിപ്പണമായി. അവയെ കാറ്റ് എങ്ങും തങ്ങാതെ വണ്ണം ഇത് പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച തകർത്ത കല്ല് ഒരു വലിയ മഹാപർവ്വതമായി തീർന്ന് അത് ഭൂമിയെങ്ങും നിറഞ്ഞു നിന്നു. ഇതാണ് രാജാവ് കണ്ട സ്വപ്നം. അടുത്തത് തിരുമനസ്. ബിംബത്തിൻ്റെ തലയോ സ്വർണ്ണം കൊണ്ടുള്ള തല തിരുമനസ്സാകുന്നു. തിരുമനസ്സിന് ശേഷം ഒരു രാജ്യത്വം സ്ഥാപിക്കപ്പെടും, അല്ലെങ്കിൽ ഉത്ഭവിക്കപ്പെടും. പിന്നീട് രാജ്യമെങ്ങും ഭരണമുള്ള ഒരു താമ്രം കൊണ്ടുള്ള മൂന്നാമത്തെ രാജ്യത്വം കൂടെ ഉത്ഭവിക്കപ്പെടും. ഇതിന് ശേഷം ഇരുമ്പ് പോലെ ബലമുള്ള ഒരു നാലാമത്തെ രാജ്യത്വം സ്ഥാപിക്കപ്പെടും. ഇരുമ്പ് സകലതിനെ തകർക്കുന്നുവല്ലോ. ഇരുമ്പ് പോലെ അത് തകരുന്നു. രാജ്യത്വം മറ്റെല്ലാത്തിനേക്കാളും തകർന്ന് തരിപ്പണമാകും. കാലും വിരലുകളും പകുതി ഇരുമ്പും പകുതി കളിമണ്ണുമായി കണ്ടതിൻ്റെ താല്പര്യമോ അതൊരു ഭിന്നത്തെ രാജ്യമായിരിക്കും. ഇരുമ്പും കളിമണ്ണും ഇടതായി കണ്ടതുപോലെ ഇരുമ്പിൻ്റെ ഒരു ബലവും അതിനുണ്ടായിരിക്കും. വിരലുകൾ പാതി കളിമണ്ണും പാതി ഇരുമ്പും കലർന്നായി കണ്ടതോ രാജ്യത്വം ഒട്ട് ബലമുള്ളതും ഒട്ടും ഉടഞ്ഞു പോകുന്നതുമായിരിക്കും.
ഇരുമ്പും കളിമണ്ണും ഇടകലർന്നായി കണ്ടതിൻ്റെ താല്പര്യമോ മനുഷ്യബീജത്താൽ ഇവ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും ചേരാത്തപോലെ അവ ചേരാത്തയായി തീരും. ഈ രാജാക്കന്മാരുടെ കാലത്ത് യഹോവയായ ദൈവം നശിക്കാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കപ്പെടും. അവ ജാതികൾക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. സകല രാജ്യത്തെയും തകർക്കുകയും അത് എന്നേക്ക് നിലനിൽക്കുകയും ചെയ്യും. ഇതാണ് സ്വപ്നം അതിൻ്റെ വ്യാഖ്യാനവും. അതായത് 4 തിരുമനസ്സിൽ 4 രാജ്യത്വം അത് അസ്ഥിരമായ രാജ്യത്വം ആയിരുന്നു. പിന്നീട് നശിക്കാത്ത സ്ഥിരമായിട്ടുള്ള ഒരു രാജ്യത്വം ദൈവം താൻ സ്ഥാപിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് എന്നേക്ക് നിലനിൽക്കുന്ന ഒരു രാജ്യത്വം. ഈ വ്യാഖ്യാനം നെബൂഖദ്നേസർ രാജാവ് അത് കേട്ടപ്പോൾ ദാനിയേലിനെ സാഷ്ടാംഗം നമസ്കരിച്ചു. പിന്നെ അവൻ വഴിപാടും സൗരയോപാസനയും അർപ്പിക്കുവാൻ കൽപ്പിച്ചു. തൻ്റെ ദൈവം രാജാവും സ്വർഗാദി കർത്താവും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുവാൻ കഴിയുന്നൊരു ദൈവമാണെന്ന് അവൻ പ്രശംസിച്ചു. കൂടാതെ അവന് പ്രതിഫലവും സമ്മാനങ്ങളും നൽകി ദാനിയേലിനെ മഹാനാക്കി. കൂടാതെ ബാബേൽ രാജ്യത്തിനൊക്കെയും അവനെ അധിപതിയാക്കി. വിദ്വാൻമാർക്കെല്ലാം പ്രധാന വിചാരകനാക്കി അവനെ ഉയർത്തി. ഇതിനാൽ ദാനിയേൽ സ്വപ്നവ്യാഖ്യാനം ചെയ്തതിനാൽ കൊല്ലുവാൻ കൽപ്പിച്ചിരുന്ന വിദ്വാൻമാർ കൂടി ദാനിയേൽ മൂലം രക്ഷപ്പെടുവാൻ ഇടയായി. ഇത് ദൈവം ഉയർത്തിയ പ്രവാസമനുഭവിച്ച് അടിമത്തമുള്ള പ്രവാസകാലത്ത് ഒന്നുമല്ലാതിരുന്ന ഒരു ദാനിയേലിനെ ദൈവം ഉയർത്തിയ വിധം എങ്ങനെയെന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാം. ദൈവം ഉയർത്തുന്ന കാര്യം ദൈവം ഹൃദയത്തെ നോക്കുന്നു, ശരീരത്തെ നോക്കുന്നില്ല, വിശ്വാസത്തെ നോക്കുന്നു. ഇതെല്ലാം കൊണ്ടാണ് ഒരു മനുഷ്യനെ ദൈവം അളക്കുന്നത്. അപ്പോൾ ഏത് സാഹചര്യമായാലും ദൈവം ഉയർത്തുവാൻ തക്കവണ്ണം അവൻ്റെ നന്മകളാണ് അല്ലെങ്കിൽ അവൻ്റെ ഹൃദയമാണ് ദൈവം നോക്കിക്കാണുന്നത്. അതിന് ഉദാഹരണമാണ് ദാനിയേലിൻ്റെയും യോസേഫിൻ്റെയും സ്വപ്നവ്യാഖ്യാനത്താൽ അവരുടെ ദൈവം ഉയർത്തപ്പെട്ട അവരുടെ ജീവിതം.